നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ ഇത്രയും നാൾ സംഘർഷഭരിതമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അമേരിക്കൻ ബോംബർ വിമാനങ്ങളെത്തി ഇറാൻ തിരിച്ചടിക്കാനുള്ള പ്രത്യാക്രമണ രീതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ആകെ കലുഷിതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. കേവലം 1500 കിലോമീറ്ററിനപ്പുറം ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന മേഖലയിൽ നടക്കുന്ന ഒരാക്രമണമാണ് ഇന്ത്യയെ സംബന്ധിച്ച് കൂടി ആവലാതി വർദ്ധിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ അവശ്യഘട്ടത്തിൽ മാത്രം ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകളെ തന്നെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഹൂതികളെയൊക്കെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാനും ഇറാനെ ചുട്ടരിക്കാനുമുള്ള ഒരു നീക്കമാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള കരിമരുന്ന് പ്രയോഗം ഡീഗോ ഗാർഷിയയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിൽ അതിലുള്ള ആകെയുള്ളതിൽ 1/3 ഇപ്പോൾ ഡീഗോ ഗാർഷിയയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗസ് ദ്വീപ സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഡീഗോ ഗാർഷിയ എന്ന ഈ പവിഴപ്പുറ്റിനെ നോട്ടമിട്ടാണ് ഇറാനും ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഭീമൻ അമേരിക്കൻ താവളമായ ഡീഗോ ഗാർഷിയക്കെതിരെ ഒരു മുൻകൂർ ആക്രമണത്തിനുള്ള സാധ്യതയാണ് ഇറാന്റെ ഉന്നത സൈനിക നേതാക്കൾ തേടുന്നത്. അതേക്കുറിച്ച് പരിശോധിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 1600 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് 6 B-2 ബോംബർ വിമാനങ്ങളെങ്കിലും പെന്റഗൺ ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപായിട്ടുള്ള ഡീഗോ ഗാർഷിയയിലേക്ക് അയച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായി മാറാനുള്ള ഒരു സന്ദേശം ഇതിലൂടെ നൽകുന്നു. ഇറാനുള്ള വ്യക്തമായ താക്കീതായിട്ടും വിശകലന വിദഗ്ധർ, പ്രതിരോധ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇറാനും അതുപോലെ അവരുടെ പ്രോക്സികൾക്കുമായി കൂടുതൽ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ മേധാവി പീറ്റ് ഹെഗ്സത്തും മുന്നറിയിപ്പ് കൊടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നിരിക്കുന്നത്. യമനിലെ ടെഹ്റാൻ പിന്തുണയുള്ള ഹൂതി വിമതരെ അമേരിക്കൻ ജെറ്റുകൾ ശക്തമായി തന്നെ ആക്രമണം നടത്തി പോരുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ചൊവ്വാഴ്ച സ്വകാര്യ ഉപഗ്രഹ ഇമേജിംഗ് കമ്പനിയായിട്ടുള്ള പ്ലാനറ്റ് ലാബ്സ് പുറത്തുവിട്ട ചില ചിത്രങ്ങൾ ഈ ദ്വീപിലെ ടാർമാക്കിൽ 6 അമേരിക്കൻ ബോംബർ വിമാനങ്ങളും മറ്റുള്ളവരെ മറയ്ക്കാൻ സാധ്യതയുള്ള ഷെൽട്ടറുകളും ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഷെൽട്ടറുകൾക്കുള്ളിൽ എന്താണ് എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്നും 3900 കിലോമീറ്റർ അകലെയുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത താവളമായിട്ടുള്ള ഈ ദ്വീപ്, ഈ വ്യോമതാവളത്തിൽ ടാങ്കറുകളും കാർഗോ വിമാനങ്ങളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഡീഗോ ഗാർഷിയയിലെ ടാർമാർക്കിൽ മാർച്ച് 29-നാണ് 4 B-2 വിമാനങ്ങളും 6 സപ്പോർട്ട് വിമാനങ്ങളും ഞായറാഴ്ചത്തെ പ്ലാനറ്റ് ലാബ്സിന്റെ ഡീഗോ ഗാർഷിയ എയർബേസ് ഉപഗ്രഹ ചിത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി തുടരുത് എന്ന് കർശനമായ മുന്നറിയിപ്പ് ട്രംപ് നൽകുകയും അതിനെതിരെ കടുത്ത ഭീഷണി ഇറാൻ ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ $2 ബില്യൺ വിലമതിക്കുന്ന അത്യാധുനിക അതിനൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു നിര തന്നെ ഉണ്ടായിരിക്കുന്നത്. ഡീഗോ ഗാർഷിയയിലേക്ക് 6 or 7 ബോംബർ വിമാനങ്ങൾ പറത്തിയെത്തിയെന്നും ഇറാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഉടനടി തന്നെ നിമിഷ നേരം കൊണ്ട് അതിന്റെ ബോംബിംഗ് ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബിംഗ് ആയിരിക്കും ഇനി അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. B-2 വിമാനങ്ങളെക്കുറിച്ച് നേരിട്ട് പറയാതെ തന്നെ മേഖലയിലെ അമേരിക്കയുടെ പ്രതിരോധ നില മെച്ചപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ സൈന്യം കൂടുതൽ വിമാനങ്ങളും മറ്റ് വ്യോമ സംവിധാനങ്ങളും ഈ മേഖലയ്ക്ക് അയക്കുമെന്നായിരുന്നു പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടുകൂടി വ്യക്തമായിരിക്കുന്നു അമേരിക്ക തന്നെ ഇതിനുള്ള മുൻകൈ സ്വീകരിച്ചിരിക്കുന്നു. ഇനി എന്തായിരിക്കും ഹൂതികളുടെയും ഇറാന്റെയും നിലപാട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം കൃത്യമായൊരു ആക്രമണം 2 ആഴ്ച സമയം നേരത്തെ നൽകിയിരുന്നു. ആ സമയം അവസാനിക്കാനിരിക്കെയാണ് എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും അവരുടെ പങ്കാളികളും പ്രാദേശിക സുരക്ഷയിൽ പ്രതിജ്ഞാബദ്ധരാണ്. അതിനൊരു വിലങ്ങും കൽപ്പിക്കാൻ, ഒരു പ്രതിബന്ധവും കൊണ്ടുവരാനായി ആരെയും സമ്മതിക്കില്ല. കൂടാതെ മേഖലയിൽ സംഘർഷം വിപുലീകരിക്കാനോ വഷളാക്കാനോ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയോടും അതിശക്തമായി തന്നെ പ്രതികരിക്കാനും തങ്ങൾ തയ്യാറാണെന്നാണ് പാർണൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സങ്കീർണമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പോകുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇത് എതിരാളികൾക്കുള്ള കൃത്യമായ സൂചനയാണെന്നാണ് സൈനിക വിശകലന വിദഗ്ധരടക്കം പറയുന്നത്. ഈ B-2 വിമാനങ്ങളുടെ വിന്യാസം ഇറാൻ ഒരു സന്ദേശം, ഒരുപക്ഷെ നിരവധി സന്ദേശങ്ങളൊക്കെ തന്നെ നൽകാൻ വ്യക്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണെന്നാണ് മുൻ വ്യോമസേനാ കേണൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ടെലഗ്രാഫ് അടക്കം, ഡെയിലി മെയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിൽ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് നിർത്താനുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം ഈ നീക്കം എന്ന് വേണം കരുതാൻ.
ട്രംപ് ഭരണകൂടം ഇറാൻ അയക്കുന്ന മറ്റൊരു സന്ദേശമെന്ന് പറയുന്നത് അവർ ഒരു പുതിയ ആണവ കരാർ ആഗ്രഹിക്കുന്നു എന്നതാണെന്നാണ് ആദ്യമേ പറഞ്ഞത്. ട്രംപ് തന്റെ ആദ്യ ടേമിൽ അമേരിക്ക പിൻവലിച്ച മോശമായ കരാറിന് പകരമായിട്ടുള്ള ഒരു നീക്കം. ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾ തുടങ്ങിയില്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ നാശം തന്നെയായിരിക്കും കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് ആകെയുള്ളത് 20 B-2 ബോംബർ വിമാനങ്ങളാണ്. അതിൽ 7 എണ്ണവും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 3-1 ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഡിഗോ ഗാർഷ്യയിലേക്ക് ഇത്രയും വലിയൊരു സഖ്യവിമാനങ്ങൾ കൊണ്ടുവരുന്നത് ഇറാനെ സംബന്ധിച്ചും യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ സംബന്ധിച്ചും വലിയ അങ്കലാപ്പുണ്ടാക്കുന്നതാണ്. ഇവരെ ആക്രമിക്കാനുള്ളതാണെന്ന കാര്യത്തിൽ മറ്റൊരു സംശയവും വേണ്ട. അത് ഉദ്ദേശിച്ച് തന്നെയാണ്, ആ ഒരു സൂചന നൽകി തന്നെയാണ് ഈ സൈനിക നീക്കം നടത്തിയിരിക്കുന്നത്. ഇറാനുള്ള ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുകയാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഉറപ്പായും ഖമനേയി അടക്കമുള്ള ഇറാന്റെ പരമോന്നത നേതാക്കളെയും സൈനിക വക്താക്കളെയും ഭരണകൂടത്തെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. മാർച്ച് പകുതിയോടുകൂടിയാണ് ട്രംപ് ഹൂതികൾക്കെതിരായ സൈനിക നടപടി ശക്തമാക്കി തുടങ്ങിയത്. യമനിൽ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞ 53 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നാണ് ഇപ്പോൾ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രയേലിന്റെ ബോംബാക്രമണം നേരിടുന്ന ഗാസയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഹൂതികൾ ഈ മേഖലയിൽ അമേരിക്കൻ പടക്കപ്പലുകളെ, യുദ്ധക്കപ്പലുകളെ ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ അതിന്റെ ഭവിഷ്യത്ത്, അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഇസ്രയേലിനോട് ആക്രമണം നടത്തി ആക്രമണത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് നേർക്ക് ചൊറിയുന്നത് പോലെ ആയിരുന്നില്ല അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത്. അതിന്റെ ഭവിഷ്യത്തുകൾ കാലാകാലങ്ങളായി അവർ അനുഭവിക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് നേരിട്ടിരിക്കുന്നത്. ഏറ്റവും സങ്കീർണമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തന്നെ മറികടന്ന് കടന്നുപോകാൻ കഴിയുന്ന അത്യാധുനിക ബോംബർ വിമാനങ്ങൾ തന്നെയാണ് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ. ആകാശത്തിലെ പ്രേതങ്ങളെന്നാണ് ഇവയെ വിളിക്കുന്നത്. കാരണം ഇവ എത്തുന്നത് എപ്പോഴെന്ന് പറയാൻ സാധിക്കില്ല. എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിനാശകരമായ വസ്തുതകൾ അതൊന്നും തന്നെ ഒരിക്കലും സ്മരിക്കാൻ പോലും സാധിക്കില്ല. അവരാരും തന്നെ, ഇതിനെ നേരിട്ട് കണ്ടവരാരും തന്നെ പിന്നെ ഭൂമിയിൽ ജീവനോട് ഉണ്ടാകില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. യമനിൽ ഹൂതികൾക്കുള്ള പിന്തുണ നിർത്തലാക്കാനുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പോ അതല്ലെങ്കിൽ പുതിയ ആണവ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് ഭരണകൂടത്തിന് ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്താനോ ഉള്ളൊരു മാർഗമായി കൂടി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇറാനെതിരായിട്ടുള്ള ആക്രമണം തടയാൻ വേണ്ടി UK, US സംയുക്ത താവളത്തെ ലക്ഷ്യമിടാൻ സൈനിക കമാൻഡർമാരോട് ഇതിനിടയിൽ ഇറാൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ദ ടെലഗ്രാഫിനോട് പറഞ്ഞതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഡിഗോ ഗാർഷ്യയ്ക്കെതിരായിട്ടുള്ള ഒരു നാമമാത്രമായ ആക്രമണം പോലും അമേരിക്കയ്ക്ക് അനന്തരഫലങ്ങൾ അനുഭവിക്കാതെ തങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുമെന്നാണ് ഇറാനിയൻ നേതാക്കൾ പറയുന്നത്. എന്തായിരുന്നാലും തങ്ങളെ ആക്രമിക്കുമെന്ന് ഉറപ്പായെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കും അതിൻ്റേതായിട്ടുള്ള തട്ടുകേടുകൾ സംഭവിക്കട്ടെ എന്നാണ് നിലവിൽ കരുതിയിരിക്കുന്നത്. അതൊരു വലിയ മരണക്കെണി തന്നെയല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ദ്വീപിലേക്ക് മിസൈലുകൾ അടക്കം തൊടുത്തുവിടണമെന്ന് പലരും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, മറിച്ച് പ്രതിരോധിക്കുക, ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ മിസൈലുകളൊക്കെ തന്നെ വെള്ളത്തിൽ വീഴട്ടെ, അല്ലെങ്കിൽ ദ്വീപിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകട്ടെ എന്ന ഉദ്ദേശത്തോടെ അമേരിക്കയ്ക്ക് കൃത്യമായ താക്കീതും, തങ്ങൾ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നു, തങ്ങളുടെ നേർക്ക് ഇടപെടാനായി വരണ്ട എന്ന് ഒരു സന്ദേശം നൽകാൻ കൂടി ശ്രമിക്കുന്നുവെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. ഡിഗോ ഗാർഷ്യയുടെ ഈ ഒരു സ്ഥാനം സംബന്ധിച്ച് ശത്രു ആക്രമണത്തിന് വിധേയമാകില്ല എന്നാണ് അടുത്ത കാലം വരെ കരുതിയത്. കൃത്യമായി കുറച്ചുകൂടി മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 1960 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറും ടാൻസാനിയയ്ക്ക് 3500 കിലോമീറ്റർ കിഴക്കുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിലായി തന്നെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയ്ക്കും അതിന് താഴെ മാൽദീവ്സിനും സെയ്ഷൽസിനുമൊക്കെ താഴെയായി ഇതിന് ഏകദേശം ഒരു മധ്യസ്ഥാനത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹം കൂടിയാണ്. ഇറാനും ഡിഗോ ഗാർഷ്യയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം തന്നെ 3795 കിലോമീറ്ററാണ്. ഡിഗോ ഗാർഷ്യ വ്യോമതാവളത്തിന്റെ ഏപ്രിലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 6 KC-135 ടാങ്കറുകളുടെ സഹായത്തോടെ B-2 ബോംബർ വിമാനങ്ങൾക്ക് ഏറെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ വായുവിൽ വെച്ച് തന്നെ ഇവ ഇന്ധനം നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി കരുത്ത് പകരും. അമേരിക്കൻ വ്യോമസേനയ്ക്ക് 20 സ്റ്റെൽത്ത് ബോംബറുകൾ മാത്രമാണുള്ളത്. അതായത് മൊത്തം അവരുടെ വിന്യാസത്തിന്റെ 20 മുതൽ 35% വരെ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ വേണം നിലവിൽ മനസ്സിലാക്കാൻ. സൈനികകാര്യ വെബ്സൈറ്റായിട്ടുള്ള ദ വാർ സോൺ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. B-2 ശ്രേണിയുടെ ഒരു ഭാഗം മാത്രമേ ഏത് സമയത്തും പ്രവർത്തനക്ഷമമായി ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് വ്യോമസേന ദൗത്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള ബോംബറുകളുടെ നിലവിൽ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ശതമാനത്തിൽ തന്നെ 6 മുതൽ 7 വരെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ഇറാനും അതിൻ്റെ ആണവ പദ്ധതികൾക്കും B-2 വിമാനങ്ങൾ ഒരു പ്രധാന ഭീഷണി തന്നെയാണ്. കാരണം അവയ്ക്ക് ശത്രുതാപരമായ പ്രദേശത്തിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ തുളച്ചു കയറി ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നതായിട്ടോ കട്ടിയുള്ളതായിട്ടോ ഉള്ള സൗകര്യങ്ങൾക്കെതിരെയും ടണലുകൾക്ക് നേരെയും കൃത്യമായ ആക്രമണം നടത്താനും, എന്തിനേറെ പറയുന്നു, നേരത്തെ ഹിസ്ബുള്ള അടക്കം ഭയന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിന്യസിക്കാൻ 30,000 പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിന്യസിക്കാൻ കഴിവുള്ള ഒരേ ഒരു അമേരിക്കൻ പോർമുന തന്നെയാണ് B-2 എന്നാണ് ദ വാർ സോൺ പറയുന്നത്. ഇറാന്റെ കൈവശം ഇപ്പോൾ ആണവായുധങ്ങളില്ല എന്നാണ് അമേരിക്ക കരുതുന്നത്. പക്ഷേ ആവശ്യമായൊരു വിള്ളൽ വരുത്താനായി അവരുടെ പക്കലുള്ള വസ്തുക്കൾ കൊണ്ട് സാധിക്കുമെന്നും ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ അവർക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു ഭയം അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. എന്തായിരുന്നാലും അതിനെയൊക്കെ തച്ച് തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. 2024 ഒക്ടോബറിൽ ഹൂതികൾക്കെതിരായ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിൽ B-2 ബോംബറുകളെ അന്ന് ഏവരും കണ്ടതായിരുന്നു. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 5 കരുത്തുറ്റ ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അന്ന് അമേരിക്കൻ എയർഫോഴ്സ് ബേസിൽ നിന്നും ഈ ബോംബറുകൾ പറന്നുയർന്നത്. ഏറ്റവും കട്ടിയുള്ള കവചങ്ങളെ പോലും തുളച്ച് കയറാൻ കഴിവുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സജ്ജീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. സമാനമായി തന്നെയാണ് ഇത്തവണയും ലക്ഷ്യമിട്ടിരിക്കുന്നത്. അമേരിക്കൻ എതിരാളികളുടെ പരിധിക്കപ്പുറമാണ് ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന ഡീഗോ ഗാർഷ്യ. എന്നാൽ സൈനിക സാങ്കേതിക വിദ്യയിലെ പുരോഗതി അനുസരിച്ചുകൊണ്ട് ഇനി തൊട്ടുകൂടാൻ കഴിയാത്ത, എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ദ്വീപായി ഡീഗോ ഗാർഷ്യ മാറില്ല. ഇറാൻ ഒരു സീ ബേസ്, അതായത് യുദ്ധക്കപ്പൽ ഷാഹിദ്, മഹദ്വി, മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കണ്ടെയ്നർ കപ്പൽ ഇതൊക്കെ തന്നെ ഉണ്ടെന്നാണ് വാർസോൺ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രഹസ്യ ആക്രമണങ്ങൾക്ക് വേണ്ടി പരിവർത്തനം ചെയ്ത ചരക്ക് കപ്പലുകളെ മദർഷിപ്പുകളായി ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇതുവരെ ചലിച്ചിരിക്കുന്നതെന്നാണ് ദ വാർസോൺ പറയുന്നത്. ഡീഗോ ഗാർഷ്യയിലെ ഏതൊരു പ്രതിരോധത്തെയും തകർക്കാൻ ഇറാനിയൻ കപ്പലുകൾക്ക് വലിയ തോതിലുള്ള ഡ്രോണുകളോ മിസൈലുകളോ ഒക്കെ തന്നെ വേണ്ടി വരും എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയേക്കാം എന്ന് തന്നെയാണ് വാർസോൺ പറയുന്നത്. കഴിഞ്ഞ വർഷം 2 തവണയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ സമാനമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചതും ആക്രമണങ്ങൾ നടത്താനായി ശ്രമിച്ചതും. നമുക്കറിയാവുന്നതാണ് 200-ലധികം മിസൈലുകൾ തൊടുത്തുവിട്ട സംഭവം. അതുപോലെ തന്നെ മറ്റ് വിദേശ സേനകളുടെ സഹായമടക്കം ഇന്നിപ്പോൾ ഇറാൻ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം, നേരിട്ട് അമേരിക്കയുമായി ഏറ്റുമുട്ടുമ്പോൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഒരിക്കലും B-2 വിമാനത്തെ തൊടാൻ പോലും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡീഗോ ഗാർഷ്യയിൽ തന്നെ പ്രധാന യുദ്ധ വ്യോമയാന റാമ്പിലിരിക്കുന്ന ഓരോ വിമാനത്തെയും നശിപ്പിക്കാനോ ഗുരുതരമായി അവയ്ക്ക് കേടുവരുത്താനോ വാർഹെഡുകളുള്ള 5 മിസൈലുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് വാഷിംഗ്ടണിലെ തന്നെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മണ്ടത്തരം അത് അമേരിക്ക കാട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു വശം. ഇറാന്റെ ആണവ വികസന പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ട്രംപ് ദൃഢനിശ്ചയം ചെയ്ത സാഹചര്യത്തിൽ ഇതിന് ഒരു പരിഹാരം എന്തായിരുന്നാലും കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരിട്ടുള്ള ചർച്ചകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കത്തെഴുതിയിരുന്നു. പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത ഇറാനും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സംഘർഷങ്ങൾ ഇപ്പോഴും ഉയർന്ന തോതിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.